ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരിൻസ്. ഈ ചാപ്റ്ററിൽ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് കോമ്പൗണ്ടുകളെ പറ്റി മാത്രമാണ് പഠിക്കാനുള്ളത്. ഈ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആണ് കേട്ടോ. ഇപ്പോൾ കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. പലരും വിചാരിക്കുക ഓർഗാനിക് കെമിസ്ട്രിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എന്നാണ്. പക്ഷേ ആസ് കമ്പയർഡ് ടു ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക് ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ സോള് മനസ്സിലാക്കി ക്ലാരിറ്റിയോട് കൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകളെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. ഒന്ന് ഹാലോ ആൽക്കെയിൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹാലോ അരിൻ. നമ്മൾ ഏതൊരാളെയും ഏതൊരു സബ്സ്റ്റൻസിനെയും നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ നമ്മളുടെ അകത്തുണ്ടാകുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണോ ആ പ്രോസസ്സിൽ കൂടെ ഇതിനൊന്ന് പരിചയപ്പെട്ടാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അല്ലാതെ ഇതിൽ വേറെ കുറേ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പിന്നെ ഇതിലുണ്ടാവുന്ന മറ്റൊരു ഡൗട്ട്, ഇതിലെ ക്വസ്റ്റ്യനുകളെ ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ വേണം. ആ ക്വസ്റ്റ്യനുകൾ എവിടെ നിന്നാണ് വരുന്നത്, ഏത് ഫോർമാറ്റിലാണ് പഠിക്കേണ്ടത് എന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ഞാൻ പറയുന്ന ടെക്നിക്ക് നോക്കേ, ശരിക്കും ശ്രദ്ധിക്കേ, ഒന്ന് നോക്കിയിരിക്കുക എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ സബ്സ്റ്റൻസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരാളെ കാണുമ്പോൾ നമ്മളെ മൈൻഡിലുണ്ടാവുന്ന, അയാളെ പരിചയപ്പെടുമ്പോൾ നമ്മളെ മൈൻഡിലുണ്ടാവുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നമ്മളൊരു ആനയെ കണ്ടു അപ്പോൾ അതൊരു ആനയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വാച്ച് കണ്ടു ഇതൊരു വാച്ചാണ്, ഒരു ചെയർ കണ്ടു ഇത് ചെയറാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യല്ലേ ഫസ്റ്റത്തെ പ്രോസസ്സ്. അതേപോലെ തന്നെ ഈ കോമ്പൗണ്ടുകളെ കാണുമ്പോൾ ആ കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഒരു കോമ്പൗണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഹാലോ ആൽക്കെയിൻ ആണോ ഹാലോ അരീൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ദ വെരി ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ. ഇനി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിനെന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ ഒരാളെ കണ്ടു, ഒരു മനുഷ്യനാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. മനുഷ്യനാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ നോക്കുക, നമ്മൾ ആ ഡിമാൻഡിനനുസരിച്ച് അതിനൊന്ന് ക്ലാസിഫൈ ചെയ്യും, വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ. അത് ആണാണോ പെണ്ണാണോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യില്ലേ. അതേപോലെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്. ഈ കോമ്പൗണ്ടിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് സ്റ്റഡി. പഠനം എളുപ്പമാക്കാനാണ് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ കോമ്പൗണ്ടിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ഡിമാൻഡിനനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുക. ഇപ്പോൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്തു, അയാളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിലേക്ക് എന്താ പോവുക, അയാളുടെ പേര് ചോദിക്കും. ആ പേര് നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്. ഒന്ന് IUPAC നോമൻക്ലേച്ചറും ഉണ്ട്, ഒന്ന് കോമൺ നെയിമും ഉണ്ട്. ആ രണ്ടും വെരി സിമ്പിളാണ്. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ഒരു കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്തു, അയാളുടെ കൾച്ചറിനനുസരിച്ച് ഒരു പേര് കൊടുത്തു. അതാണ് സത്യത്തിൽ കോമൺ നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ചൈനയിലുള്ളൊരു സയൻറ്റിസ്റ്റാണ് ഒരു കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്തുന്നതെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ, ആ ഒരു ചൈനീസ് ചൊവ്വയിലുള്ള പേരായിരിക്കും അതിനുണ്ടാവുക. അപ്പം ഞാനാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഒരു ഇന്ത്യൻ കൾച്ചറിലുള്ള പേരാണ് ഞാൻ ഇടുക. അപ്പം അമേരിക്കക്കാരത് കൺഫ്യൂസ്ഡ് ആവും. ഒരേ കോമ്പൗണ്ടിനെയാണ് ഞങ്ങൾ കണ്ടെത്തിയതെങ്കിൽ രണ്ടാളുടെ പേര് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കോമ്പൗണ്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് മീൻസ് അതൊരു യൂണിവേഴ്സലൈസേഷന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇറക്കി. അപ്പോൾ ഒരു രണ്ടാൾ ഐഡന്റിഫൈ ചെയ്ത കോമ്പൗണ്ടിനും ഒരേ നെയിം ആയിരിക്കും. ആ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ കൂടെ പോയാലുണ്ടാവുക. അതാണ് IUPAC നോമൻക്ലേച്ചർ. അതുകൊണ്ട് തന്നെ കോമൺ നെയിം IUPAC നോമൻക്ലേച്ചറിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ IUPAC. അതുകൊണ്ട് എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതായിരിക്കും, IUPAC നോമൻക്ലേച്ചർ ആയിരിക്കും. കോമൺ നെയിം ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്ലിയർ? ഞാൻ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളത് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നോക്ക്, ഒരു കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം, ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കണം, അതിൻ്റെ നെയിമിംഗ് പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് വരണം, നമ്മുടെ IUPAC വരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോമ്പൗണ്ടിനെ പ്രിപ്പയർ ചെയ്യാൻ എവിടെ നിന്നൊക്കെയാണിത് പ്രിപ്പറേഷൻ നടക്കുന്നത്, ഏതൊക്കെ കോമ്പൗണ്ടുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അയാളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, അയാളെ നമ്മൾ പേരിട്ടു, പിന്നെ അയാളെ അഡ്രസ്സ് അല്ലേ നമ്മൾ നോക്കുക. അതേപോലെ ഈ കോമ്പൗണ്ട് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, ഏത് ഫോർമാറ്റിലാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതാണ് ആ പ്രിപ്പറേഷൻ എന്നുള്ള പാർട്ടിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ആ പ്രിപ്പറേഷൻ, അയാളുടെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അയാളുടെ ബിഹേവിയറിലാണ് നോക്കുക. ദാറ്റ് മീൻസ് പ്രോപ്പർട്ടീസ്, അയാളുടെ സ്റ്റേറ്റ്, അയാളുടെ സൊലബിലിറ്റി, അയാളുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഇതൊക്കെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും അയാളുടെ. അതേപോലെ തന്നെ അയാളുടെ ബിഹേവിയർ. ഇപ്പോൾ ഞാൻ ഒരാളെ കണ്ടു, പരിചയപ്പെട്ടു, ദാറ്റ് മീൻസ്
ഐഡന്റിഫൈ ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, നെയിം ചെയ്തു, അയാൾ അഡ്രസ്സൊക്കെ മനസ്സിലാക്കി. പിന്നെ ഞാൻ അയാളെ കൂടെ എങ്ങനെ പോകുമ്പോൾ അയാൾ വേറൊരാളെ തോണ്ടിയാൽ പ്രശ്നമല്ലേ? ദാറ്റ് മീൻസ് അയാളുടെ ബിഹേവിയർ എനിക്ക് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അയാളുടെ ബിഹേവിയർ ടുവേർഡ്സ് അതർ സ്പീഷീസ് ആണ് ഏതെന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് അയാളുടെ ബിഹേവിയർ മെറ്റലിൻ്റെ അടുത്തേക്ക്, അയാളുടെ ബിഹേവിയർ ആസിഡിൻ്റെ അടുത്തേക്ക്, അയാളുടെ ബിഹേവിയർ ബേസിൻ്റെ അടുത്തേക്ക്, അയാളുടെ ബിഹേവിയർ വാട്ടറിൻ്റെ അടുത്തേക്ക്, അയാളുടെ ബിഹേവിയർ അമോണിയൻ്റെ അടുത്തേക്ക്, ഇയാളുടെ ബിഹേവിയർ ടുവേർഡ്സ് അതർ സ്പീഷീസ്, അതർ കെമിക്കൽ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കെമിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ഏതൊന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടിയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് അയാളോട് നമുക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യമുള്ളത് കൊണ്ടാണല്ലോ. അതിനെയാണല്ലേ നമ്മൾ യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 6 കാര്യങ്ങളാണ് നമ്മൾ ഒരു കോമ്പൗണ്ടിനെ പറ്റി നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അതിപ്പോൾ ഈ ഹാലോ ആൽക്കൈൻസ്, ഹാലോ അരീൻസ് ആയാലും, ആൽക്കഹോൾ ഫീനോൾ ഈതർ ആയാലും, ആസിഡോ ആൽഡിഹൈഡോ കീറ്റോണോ അമൈൻ ആയാലും, ഏതൊരു കോമ്പൗണ്ട് എടുത്താലും, ഏത് ചാപ്റ്ററിൽ പോയി കഴിഞ്ഞാലും ഈ കോമൺ പോയിന്റുകളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏതൊരു കോമ്പൗണ്ടിനെ പറ്റി പഠിക്കുകയാണെങ്കിലും ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. വെരി സിമ്പിളാണ്. ഇതിൽ ഒരുവിധം സാധനങ്ങളൊക്കെ കോമൺ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ക്ലാസിഫിക്കേഷൻ ഒരു പരിധി വരെ ഒരേ ഫോർമാറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചില കോമൺ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പഠനം കുറേയും കൂടി എളുപ്പമാവും. ക്ലിയർ? ഇനി നോക്ക്, ഈ ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻ എന്ന ചാപ്റ്ററിൽ ഇതിലെ ഓരോ പോയിന്റും എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് നോക്ക്. വെരി സിമ്പിളാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഐഡന്റിഫിക്കേഷൻ പഠിക്കുന്നതോടൊപ്പം തന്നെ അവിടുന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യനും നമ്മളൊന്ന് ആൻസർ ചെയ്തു പോകും. അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ടെക്നിക്കും ഞാൻ പറഞ്ഞുതരും. ക്ലിയർ? നോക്കണേ, ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് ഐഡന്റിഫിക്കേഷൻ. ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻ എന്ന ചാപ്റ്റർ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. ആ 2 കോമ്പൗണ്ടുകളെ പറ്റി മാത്രമാണല്ലോ നമ്മൾ നോക്കുന്നത്. ആ 2 കോമ്പൗണ്ടുകൾ എങ്ങനെ ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നോക്കുക, ഒരു കോമ്പൗണ്ട് എടുത്തു, അതിൽ കാർബണാറ്റ് ഉണ്ട്. ആ കാർബണാറ്റുമായിട്ട് ഡിറക്റ്റ് അറ്റാച്ച്മെന്റ് ഹാലജൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹാലോ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇതാ ഈ കാർബണായിട്ട് ഡിറക്റ്റ് അറ്റാച്ച്മെന്റ് ഹാലജൻ വന്നു. ഹാലജന് നമ്മൾ എക്സ് എന്നാ കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഹാലജൻ ഫാമിലി പഠിക്കുന്നുണ്ട്, അവിടെ എക്സ് എന്നാ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇത്രയും എലമെന്റുകളല്ലേ നമ്മൾ ഹാലജൻ ഫാമിലിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ വരികയാണെന്നുണ്ടെങ്കിൽ, കാർബണുമായിട്ട് ഡിറക്റ്റ് അറ്റാച്ച്മെന്റ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹാലോ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഈ കാർബൺ 2 ഡിഫറെന്റ് ടൈപ്പിൽ വരാം. 2 ഡിഫറെന്റ് ടൈപ്പിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, CH3CH2X, ഈ ഹാലജൻ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പാർട്ടായിട്ടും വരാം. അതോടൊപ്പം തന്നെ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അരൈൽ ഗ്രൂപ്പ്, അരൈൽ എന്ന് പറഞ്ഞാൽ ബെൻസീൻ, അരോമാറ്റിക് കോമ്പൗണ്ടുകൾ, ഒരു എക്സാമ്പിളാണ് ബെൻസീൻ. ഈ ബെൻസീനിലും ഡിറക്റ്റ് അറ്റാച്ച്മെന്റ് വരാം. വളരെ സിമ്പിളാണ്. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പാർട്ടും ആവാം, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അരൈൽ ഗ്രൂപ്പിന്റെ പാർട്ടും ആവാം. ക്ലിയർ? ഇത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്, അരൈൽ ഗ്രൂപ്പിന്റെ പാർട്ടായിട്ടാണ് ഈ കാർബൺ വരുന്നതെങ്കിൽ അരൈൽ ഹാലൈഡ്. സിമ്പിളാണ്. ഇതിന് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കും, ഇതിന് നമ്മൾ എന്ത് വിളിക്കും? അരൈൽ ഹാലൈഡ്. അരൈൽ ഹാലൈഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഈസ് എ പാർട്ട് ഓഫ് ബെൻസീൻ റിംഗ് ഓർ അരൈൽ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയി എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നോക്കേ, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ട് ആൽക്കൈൽ ഹാലൈഡ് ആണോ അല്ല അരൈൽ ഹാലൈഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അന്ന് ഈ ഹാലജൻ നോക്കുക, ഇതാ ഇവിടെ ക്ലോറിൻ അല്ലേ ഉള്ളത്. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ അരൈൽ ഗ്രൂപ്പിന്റെ പാർട്ടാണോ? ദാറ്റ് മീൻസ് അരൈൽ ഗ്രൂപ്പിന്റെ പാർട്ടാണ്, പക്ഷെ അരൈൽ ഗ്രൂപ്പിലെ ആ റിങ്ങിലെ കാർബണാറ്റം അല്ലല്ലോ. ഈ കാർബൺ ഈ റിങ്ങിലെ കാർബണാറ്റം ആണോ? അല്ല. അങ്ങനെ വരുമ്പോ ഇത് ഏതാണ്? ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഏതല്ല? അരൈൽ ഹാലൈഡ് അല്ല. ബെൻസീൻ റിംഗ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഇത് അരൈൽ ഹാലൈഡ് ആവില്ല. നമ്മൾ നോക്കേണ്ടത് എത്ര, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ഏതിന്റെ പാർട്ടാണ് എന്നാണ് നോക്കേണ്ടത്. അത് ഈ റിങ്ങിലെ കാർബൺ അല്ല, അതുകൊണ്ട് ഇത് അരൈൽ ഹാലൈഡ് അല്ല, ആൽക്കൈൽ ഹാലൈഡ് ആണ്. ദിസ് വൺ ഈസ് കൺസിഡേർഡ് ആസ് ആൽക്കൈൽ ഹാലൈഡ്. ഈസ് ക്ലിയർ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണോ അരൈൽ ഹാലൈഡ് ആണോ എന്ന് ചോദിക്കും. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഇതാ ഒന്നും കൂടി നോക്കേ. ഇനി വേണമെങ്കിൽ ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാം കേട്ടോ. ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണ്, പക്ഷേ ഒരു അരോമാറ്റിക് റിംഗ് അവിടെ അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക്
അരാൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കാം, പക്ഷെ അത് ആൽക്കൈൽ ഹാലൈഡാ. അരാൽക്കൈൽ ഹാലൈഡ് എന്ന് കോമൺ ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും, പക്ഷെ ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എവിടുന്ന് വരിക? ഐഡന്റിഫിക്കേഷൻ. ക്ലിയർ? വെദർ ഇറ്റ് ഈസ് ആൽക്കൈൽ ഹാലൈഡ് ഓർ അരൈൽ ഹാലൈഡ്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പാർട്ടാണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്, അല്ല റിങ്ങുമായിട്ട് ബെൻസിൻ റിങ്ങുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് വരികയാണെങ്കിൽ അത് അരൈൽ ഹാലൈഡ്. ക്ലിയർ? ഞാൻ അടുത്തേക്ക് പോട്ടെ. ഇനി രണ്ടാമത്തത് കേട്ടോ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രേ ചോദിക്കുള്ളൂ, ഇത്ര മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി അടുത്ത കേസ് നോക്ക്. അടുത്ത രണ്ടാമത്തെ, നമ്മൾ 6 പ്രോപ്പർട്ടി അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു കോമ്പൗണ്ടിനെ പറ്റി കംപ്ലീറ്റ് മനസ്സിലാക്കാൻ 6 പോയിന്റുകൾ ക്ലിയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിൽ ഐഡന്റിഫിക്കേഷൻ ഈസ് ഓവർ. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ 2 ഡിഫറെന്റ് ടൈപ്പിൽ വരും. ഒന്ന് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം പ്രസന്റ് ഇൻ ഇറ്റ്. ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ഹാലജൻ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹാലജൻ ആണ് പ്രസന്റ് ആയതെങ്കിൽ മോണോ, 2 എണ്ണമാണ് പ്രസന്റ് ആയതെങ്കിൽ ഡൈ, 3 എണ്ണമാണ് പ്രസന്റ് ആയതെങ്കിലോ ട്രൈ, 4 എണ്ണാണെങ്കിലോ ടെട്ര. ആ ഫോർമാറ്റ് പോകും. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതവിടെ നോക്കേ, 2 കാർബൺ ആറ്റം ഉണ്ട്. ഞാൻ അതിൽ ഹൈഡ്രജൻ ഒന്നും കൊടുത്തിട്ടില്ലേ, ജസ്റ്റ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൽ ഒരു ഹാലജൻ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മോണോ. മോണോ ഹാലോ കോമ്പൗണ്ട്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ. ഇനി 2 എണ്ണം നോക്കേ, ഇവിടെ 2 കാർബൺ കൊടുത്തു, സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ കൊടുത്തു. അതിൽ 2 ഹാലജൻ പ്രസന്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഡൈ. 2 എണ്ണമാണ് ഉള്ളത്, ഡൈ. ഇനി 3 കാർബൺ ഞാൻ കൊടുത്തത് സിംഗിൾ ബോണ്ടഡ് ആയിട്ട് കൊടുത്തു, അതിൽ ഹൈഡ്രജൻ ഒക്കെ ഉണ്ട്, ഞാൻ എഴുതാൻ മടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ. ഇനി നോക്കുക, അതിൽ 3 ഹാലജൻ കൊടുത്തു, അപ്പൊ ഇതെന്തായി? ട്രൈ. അപ്പൊ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം പ്രസന്റ് ഇൻ ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ഹാലജൻ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ മോണോ, ഡൈ, ട്രൈ എന്ന ഫോർമാറ്റിൽ ക്ലാസിഫൈ ചെയ്യും. ഇനി നോക്കേ, CH3CH2 ഒരു എക്സാമ്പിൾ ആണ്. CH3CH2, ഇവിടെ ഒരു Cl, അപ്പൊ അതെന്താ? മോണോ. അടുത്ത കേസ് നോക്ക്, CH2CH2, 2 ക്ലോറിൻ വരികയാണെങ്കിൽ ഇതെന്താണ്? ഡൈ. ഇതിന്റെ കേസ് നോക്ക്, CH2CH2, അതിൽ 3 ക്ലോറിൻ വരികയാണെങ്കിൽ ട്രൈ. ഒന്നുമില്ലേ, ഇതിലേക്ക് ഞാൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്തു എന്നേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് കാർബൺ മാത്രം കാണിച്ചു, ഇതിലേക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്തു. ഇനി അടുത്ത കേസ് ഇതേപോലെ തന്നെ നമുക്ക് ഏതിലും വരാം, അരൈൽ ഹാലൈഡിന്റെ കേസിലും വരാം. അപ്പൊ നോക്കേ, ഞാൻ 4 ബെൻസിൻ റിങ് കൊടുത്തു, ഇതിൽ ഒരു ക്ലോറിൻ മാത്രം കൊടുത്തു, ഒരു ക്ലോറിൻ, അപ്പൊ അതെന്തായി? മോണോക്ലോറോ. ഒറ്റ ക്ലോറിനെ വരികയുള്ളൂ, മോണോ ഹാലോ കോമ്പൗണ്ട് ആണ്, അരൈൽ ഹാലൈഡാ. കാരണം ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അരൈൽ ഗ്രൂപ്പിന്റെ പാർട്ടാ, അപ്പോ മോണോ ക്ലോറോ ആണ്. നമുക്ക് ഇതിൽ 2 എണ്ണം വന്നു, അപ്പൊ അതെന്താ? ഡൈക്ലോറോ. പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ടേ, 1, 2 ബെൻസിൻ റിങ്ങിന്റെ 1ാമത്തെയും 2ാമത്തെയും സൈറ്റിലാ. അടുത്ത കേസ് നോക്ക്, 1, 3 സൈറ്റിലാ ഉള്ളത്, അപ്പോഴും അവൻ തന്നെയാണ് ഡൈ ഹാലോ കോമ്പൗണ്ട് ആണ്, ഡൈ ഹാലോ അരീൻ ആണ്. ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, അലോ അരീനും ഉണ്ട്. അലോ അരീൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ബെൻസിൻ റിങ്ങിന്റെ പാർട്ട് ആവണം. ഇനി അടുത്ത കേസ് നോക്ക്, ട്രൈ 1, 2, 3 ട്രൈ ഹാലോ കോമ്പൗണ്ട്. അപ്പൊ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒന്നും വരാറില്ല, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇത് മോണോ ആണോ, ഡൈ ആണോ, ട്രൈ ആണോ? അത് ഐഡന്റിഫൈ ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി. ഹാലജന്റെ നമ്പർ നോക്കിയാൽ മതി. കുറേ കാലങ്ങളായിട്ട് ഇത്തരം ക്വസ്റ്റ്യനുകൾ വരാറില്ല, കാരണം അത് വെരി വെരി സിമ്പിളാണ്. പക്ഷെ നമ്മൾ ഈ പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം. ഇത് ക്ലിയർ അല്ലേ? ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം പ്രസന്റ് ഇൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു മോണോ, ഡൈ, ട്രൈ. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത കേസ് നോക്കണേ. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ഹാലജൻ ഈസ് അറ്റാച്ച്ഡ്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇല്ലേ, ആ കാർബണിന്റെ നേച്ചറിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് 4 ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ബോർഡ് മോഡൽ എക്സാമിന് ആയാലും ശരി, എൻട്രൻസ് എക്സാമിന് ആയാലും ശരി, നീറ്റ് ജെഇ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാർട്ട്. പക്ഷെ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. പലപ്പോഴും ഇത് പല ഫോർമാറ്റിൽ ടീച്ചേഴ്സ് പറഞ്ഞു വെച്ച് പോകും. പക്ഷെ ഇതിന്റെ ആക്ച്വൽ ഫോർമാറ്റ് എന്താണ്? ക്ലാരിറ്റിയോടുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോ. നോക്ക്, ഇവിടെ നോക്ക്, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ സിംഗ്ലി ബോണ്ടഡ് കാർബണാണ്. ഞാൻ ഹൈഡ്രജൻ അവിടെ കൊടുത്തിട്ടില്ല, സിംഗ്ലി ബോണ്ടഡ് കാർബണാണ്. സിംഗ്ലി ബോണ്ടഡ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sp3 ആണ്. ഇവിടെ നോക്ക്, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റല്ലേ, അത് sp2 ആണ്. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ട്രിപ്ലി ബോണ്ടഡ് കാർബൺ ആറ്റാ, അതേതാണ്? sp ഹൈബ്രിഡൈസർ ആണ്. ശ്രദ്ധിച്ചോളേ, ഇത് sp3 ആണ്, ഇത് sp2 ആണ്,
ഇതേതാണ്? sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമാണ്. അത് നമ്മൾ ഓൾറെഡി +1 ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കേ, sp3 ഹൈബ്രിഡൈസ്ഡ്, sp2 ഹൈബ്രിഡൈസ്ഡ്, sp ഹൈബ്രിഡൈസ്ഡ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് വരുന്ന ഹാലജൻ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ, ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേ സമയത്ത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഹാലജൻ വരുന്നതും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഹാലജൻ വരുന്നതും വെരി കോമണാ. ഇനി sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഹാലജൻ വരുന്ന തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ഇത്രയല്ലേ, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ഹാലജൻ ഈസ് അറ്റാച്ച്ഡ്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: sp3, sp2 ആൻഡ് sp. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ sp3യിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. അത് കേസ് ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ നോക്കേ, ഞാൻ CH3Cl എന്ന് എഴുതി. ശരിക്കും ശ്രദ്ധിച്ചോളേ, CH3Cl എന്ന് എഴുതി. അടുത്തത് CH3CH2Cl. ദാറ്റ് മീൻസ് കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂട്ടി. ഇത് മീത്തൈൽ ക്ലോറൈഡ് ആണെങ്കിൽ ഇത് ഈത്തൈൽ ക്ലോറൈഡ് എഴുതി. അടുത്ത കേസിൽ നോക്ക്, ഞാൻ 3 കാർബൺ ആക്കി. അടുത്തതിൽ ഞാൻ 4 കാർബൺ ആറ്റം ആക്കി. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കണേ, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാർബൺ ആണിത്. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാർബൺ ആണിത്. ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കാർബൺ ആണിത്. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാർബൺ ആണിത്. ഇത് രണ്ടാമത്തതാണ്, ഇതും രണ്ടാമത്തതാ. അപ്പൊ ഇതിൽ രണ്ടാമത്തെ കാർബൺ ആറ്റം ഉണ്ട്. നോക്ക്, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ഒന്നാമത്തെ കാർബൺ ആറ്റ, അതുമായിട്ട് 3 കാർബൺ ആറ്റം ഡിറക്റ്റ് അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. നമ്മൾ അതിനെയൊക്കെ നമ്പർ ചെയ്യും. ഒന്നുകിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്യും, അല്ലെങ്കിൽ ABCD എന്ന് പറഞ്ഞ ഇത് നമുക്ക് കൊടുക്കാം. സാധാരണ കെമിസ്ട്രിയിൽ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. ആൽഫ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേന്നേ അർത്ഥമുള്ളൂ, ബീറ്റ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന്നേ അർത്ഥമുള്ളൂ. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ആ സാധനം നോക്ക്, ഇവിടെ ഞാൻ ആൽഫ എന്ന് കൊടുത്തു ഒന്നാമത്തത്. അപ്പൊ ഇത് എന്തായിരിക്കും? ആൽഫ ആയിരിക്കും. ഇതവിടെ ആൽഫ അല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? ബീറ്റ. ക്ലിയർ? ഇതിന്റെ കേസ് നോക്ക്, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ എന്തായിരിക്കും? ആൽഫ. ഇതെന്തായിരിക്കും? ബീറ്റ. അപ്പൊ ഇതിൽ 2 ബീറ്റ ഉണ്ട്, ഇതിൽ 1 ബീറ്റയാണുള്ളത്. ഇതിന്റെ കേസിലേക്ക് വരുമ്പോൾ നോക്ക്, ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൽഫ. ഇവിടെ നോക്ക്, ഇതൊരു ബീറ്റ, ഇതൊരു ബീറ്റ, ഇതൊരു ബീറ്റ. 3 ബീറ്റ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാർബൺ ആറ്റം 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആൽഫ എന്ന് കൊടുക്കാം. അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അടുത്ത കാർബൺ ആറ്റത്തെ 2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബീറ്റ എന്ന് കൊടുക്കാം. നമ്മളിവിടെ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് സ്റ്റഡി, പഠനം എളുപ്പമാക്കാൻ, ഒരു യൂണിവേഴ്സലൈസേഷന് വേണ്ടി കെമിസ്ട്രിയിൽ മൊത്തം നമ്മൾ നമ്പർ ചെയ്യാറുള്ളത് സാധാരണ ആൽഫ ബീറ്റ ഗാമ ഫോർമാറ്റിലാണ്. അതുകൊണ്ട് ഞാൻ ബീറ്റ കൊടുത്തു. ഇനി ഒരു കാര്യം മനസ്സിലാക്കണേ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ബീറ്റ കാർബൺ ആറ്റം പ്രസന്റ് ഇൻ ഇറ്റ്. ഇതിൽ എത്ര ബീറ്റ കാർബൺ ആറ്റം പ്രസന്റ് ആണ് എന്നുള്ളതിന്റെ ബേസിസിൽ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ആണെങ്കിൽ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ബീറ്റ കാർബൺ ആറ്റം പ്രസന്റ് ഇൻ ഇറ്റ്, they are classified into first degree or primary, second degree or secondary, third degree or tertiary. That means ഇതിനെ മീത്തൈൽ, കാരണം ഇതിൽ ബീറ്റ ഇല്ല, ഇതിൽ 1 ബീറ്റയാണുള്ളത്, അതിനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി എന്ന് വിളിക്കും. കാരണം ഈ 1 റെപ്രസെന്റ് ചെയ്യുന്ന 1 ബീറ്റയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഓർ പ്രൈമറി. ഇനി ഇതിൽ എത്ര ഉണ്ട്? 2 ബീറ്റ ഉണ്ട്, അപ്പൊ സെക്കൻഡ് ഡിഗ്രി അഥവാ സെക്കൻഡറി. അടുത്തതിൽ എത്ര ഉണ്ട്? 3 ബീറ്റ ഉണ്ട്, അപ്പൊ തേർഡ് ഡിഗ്രി അഥവാ ടെറിഷറി. ക്ലിയർ? സിമ്പിൾ ആണ്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ഹാലജൻ ഈസ് അറ്റാച്ച്ഡ്, ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്. അതിൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച്മെന്റ് വരുന്നതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു: മീത്തൈൽ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ക്ലിയർ? അപ്പൊ ഇനി പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു കോമ്പൗണ്ട് വരും, അതിൽ എത്ര പ്രൈമറി കാർബൺ ആറ്റം ഉണ്ട്, അതിൽ എത്ര സെക്കൻഡറി ഉണ്ട്, അതിൽ എത്ര ടെറിഷറി ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഹാലോ കോമ്പൗണ്ട് എന്നിട്ട് വെദർ ഇറ്റ് ഈസ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈ ഫോർമാറ്റിൽ ക്ലാരിറ്റിയോടുകൂടി ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ. ഓക്കെ, നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷെ ഇതിൽ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്, നമ്മൾ അതും കൂടി പറഞ്ഞിട്ട് നോക്കെ. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരുന്നുണ്ട്, ഈ ഹാലജൻ അറ്റാച്ച് ഇരിക്കുന്ന ഈ കാർബണും നോക്കെ
ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണും സിംഗ്ലി ബോണ്ടഡ് കാർബണാ. ദാറ്റ് മീൻസ് sp3 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഉള്ളതാ. sp3 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റില്ല. പക്ഷേ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കാർബൺ ആറ്റം, ദാറ്റ് മീൻസ് ബീറ്റ കാർബൺ ആറ്റം. മനസ്സിലായോ? ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാർബൺ ആറ്റം ആൽഫ, അത് sp3 ആ. അപ്പൊ ഈ ഗണത്തിൽപ്പെടുന്ന അത്. പക്ഷേ ആ കാർബൺ അറ്റാച്ച് ചെയ്ത രണ്ടാമത്തെ കാർബൺ ആറ്റം ബീറ്റയാണ്, അത് sp2 ആണ്. ദാറ്റ് മീൻസ് ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റമാണ്. അങ്ങനെ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച്മെന്റ് വരികയാണെങ്കിൽ ഇതിനെ നമ്മളൊരു സ്പെഷ്യൽ കേസ് ആണ് സംസാരിച്ച് വെക്കുക. ഇത് പ്രൈമറി തന്നെയാണ്, കാരണം ഒരു ബീറ്റേ ഉള്ളൂ, പ്രൈമറി തന്നെയാണ്. പക്ഷേ ഇതിനെ നമ്മൾ അല്ലിലിക് കോമ്പൗണ്ടുകൾ എന്നാണ് പറയാ. അല്ലിലിക് ഹാലൈറ്റ് സ്പെഷ്യൽ നെയിമാ, അല്ലിലിക് ഹാലൈറ്റ്. ഇനി ചില കേസുകളിൽ എന്ത് വരും എന്നറിയോ? ഈ മൾട്ടിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഈസ് എ പാർട്ട് ഓഫ് ബെൻസിൻ റിംഗ് വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ, ഓക്കെ, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ sp3 തന്നെയാണ്. പക്ഷെ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള പാർട്ടാണ്. പക്ഷെ ആ ഡബിൾ ബോണ്ട് ഈസ് എ പാർട്ട് ഓഫ് അരൈൽ ഗ്രൂപ്പ്. Therefore, this one is considered as benzylic. സിമ്പിൾ ആണേ. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 തന്നെയാണ്, ഇവിടെയും sp3 തന്നെയാണ്, ഇതേ കേസ് തന്നെയാണ്. പക്ഷെ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെക്കൻഡ് കാർബൺ ആറ്റം അഥവാ ബീറ്റ കാർബൺ ആറ്റം ഈസ് എ പാർട്ട് ഓഫ് ഡബിൾ ബോണ്ട്. അത് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലി, അത് പാർട്ട് ഓഫ് ബെൻസിൻ റിംഗ് ആണെങ്കിൽ അതിനെന്ത് വിളിക്കും? ബെൻസിലിക്. ഇത്രയും കേസുകൾ നമ്മൾ ഇതിന്റെ അണ്ടറിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം അത്രയും കോമ്പൗണ്ടുകൾ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇതിൽ രണ്ടെണ്ണം ഉണ്ട്, നോക്കാം ഏതൊക്കെയാണ്. നമുക്ക് CH3 CH ഡബിൾ ബോണ്ട് CHCl. ഈസ് ക്ലിയർ? ഇങ്ങനെ വരുന്ന കേസിൽ നോക്കണേ, ഇവിടെ നോക്കണേ, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ഡബിൾ ബോണ്ടിന്റെ പാർട്ടാണ്, ഡബിളി ബോണ്ടഡ് കാർബണാറ്റ. അതുകൊണ്ട് നമ്മൾ ഇതിനെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റത്തിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത ഹാലജൻ എന്ന കേസിലാണ് പരിഗണിക്കുക. അതിന് സ്പെഷ്യൽ നെയിമും നമ്മൾ കൊടുക്കാറുണ്ട്, അതിന്റെ പേരാണ് വിനൈലിക്. സിമ്പിളാണ്. ഡബിളി ബോണ്ടഡ് കാർബണാറ്റത്തിൽ ഡിറക്റ്റ് അറ്റാച്ച്മെന്റ് ഹാലജൻ വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ വിനൈലിക്. ക്ലിയർ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡബിളി ബോണ്ടഡ് കാർബണാറ്റാണ്, പക്ഷെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബെൻസിൻ റിംഗ് ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനൈലിക്. അപ്പൊ ഈ ഫിനൈലിക്കും വിനൈലിക്കും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലുള്ള കാർബണാറ്റത്തിന്റെ മുകളിൽ ഹാലജൻ ഡിറക്റ്റ് അറ്റാച്ച്മെന്റ് വരുന്ന കേസാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത കേസ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഐഡന്റിഫിക്കേഷൻ പഠിച്ചു, പിന്നെ ഏതും പഠിച്ചു? ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടായിരുന്നു, മോണോ, ഡൈ, ട്രൈ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം പ്രസന്റ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ഹാലജൻ ഈസ് അറ്റാച്ച്ഡ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്ക്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട്, ഇത് ചോദിച്ച പ്രോബ്ലം ആണേ, ഇത് പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങളെ NCERT ടെക്സ്റ്റിലും വളരെ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കാണ്, ഈ കോമ്പൗണ്ട് ഇത് വെറുതെ ഒരു ഹൈഡ്രോ കാർബൺ, അത് ആൽക്കൈനാ, ആൽക്കൽ ഹാലൈഡ് ഒന്നല്ല, ആൽക്കൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് ചോദിക്കാണ്, ഇതിൽ എത്ര പ്രൈമറി കാർബണാറ്റ് ഉണ്ട് എന്ന് ചോദിക്കാം. എത്ര പ്രൈമറി കാർബണാറ്റ് ഉണ്ട്? അങ്ങനെ അതെങ്ങനെ ചെക്ക് ചെയ്യാന്നറിയോ? ഇപ്പൊ ഈ കാർബണാറ്റ് എടുക്കുക, ഇത് എത്ര കാർബണാറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഒരു കാർബൺ, അപ്പൊ അത് ഫസ്റ്റ് ഡിഗ്രി ആണ്. ഈ കാർബൺ നോക്ക്, എത്ര കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? 1, 2, അപ്പൊ അത് സെക്കൻഡ് ഡിഗ്രിയാണ്. ഈ കാർബൺ നോക്ക്, എത്ര കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? അതിൽ രണ്ടാമത്തെ കാർബൺ എത്ര ഉണ്ട് നോക്കിയാൽ മതി. ഇത് ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ ആണ്. ഇതിനെ ബേസ് ചെയ്യുമ്പോൾ ഇതും രണ്ടാമത്തെ കാർബൺ ആണ്, ഇതിനെ ബേസ് ചെയ്യുമ്പോൾ ഇതും രണ്ടാമത്തെ കാർബൺ ആണ്. ആ രണ്ടാമത്തെ കാർബൺ എത്ര ഉണ്ട്? 3 ഉണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്? തേർഡ് ഡിഗ്രി. ക്ലിയർ? ഇനി നോക്ക്, ഈ കാർബണിനെ കൺസിഡർ ചെയ്യുക. ഈ കാർബൺ ഒന്നാമത്തെ കാർബൺ ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് എത്ര രണ്ടാമത്തെ കാർബൺ ആയിട്ടുണ്ട്? 1, 2, 3, 4. അതുകൊണ്ട് ആ സാധനം 4th ഡിഗ്രി. സ്വാഭാവികമായിട്ട് ഇതിൽ എത്ര ഫസ്റ്റ് ഡിഗ്രി കാർബൺ ആയിട്ട് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ 1 എഴുതി വെക്കും ആളുകൾ. പക്ഷെ ഇതിനൊരു കുഴപ്പം എന്താണെന്നറിയോ? ഈ കാർബൺ ആറ്റം നോക്ക്, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒന്നാമത്തെ കാർബൺ, ഇത് എത്ര കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? വേറൊരെണ്ണമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഡിഗ്രിയാ. ഇതിന്റെ കേസ് നോക്ക്, ഇത് വേറൊരെണ്ണമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, അതും ഫസ്റ്റ് ഡിഗ്രിയാ. ഇത് വേറൊരെണ്ണമായിട്ട് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അതും ഫസ്റ്റ് ഡിഗ്രിയാ. ഇത് വേറൊരെണ്ണം മാത്രമായിട്ട് അറ്റാച്ച് ചെയ്തുള്ളൂ, അപ്പൊ അതിൽ രണ്ടാമത്തെ ഒരു കാർബൺ ആറ്റം കൂടി ഉണ്ട്, അപ്പൊ ഇതും ഫസ്റ്റ് ഡിഗ്രിയാ. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 1, 2, 3, 4, 5.
5 ഫസ്റ്റ് ഡിഗ്രി കാർബൺ ആറ്റം ഉണ്ട്. ഇങ്ങനെയാണ് ഇതൊന്ന് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അതിൽ നമ്മൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ബീറ്റ കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബൺ ആറ്റം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിഗ്രി കൊടുക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടർണറി എന്ന ഫോർമാറ്റ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഏരിയ സ്വൈപ്പ് ചെയ്ത് പോകാം നമുക്ക്. അവിടുന്ന് ഒരു ക്വസ്റ്റ്യനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല ഇനി. കാരണം അവിടുന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യനും നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിലൊന്ന് വർക്കൗട്ട് പ്രോബ്ലം ഉണ്ട്, അതേപോലെ തന്നെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ എക്സസൈസ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതല്ലാതെ നിങ്ങൾ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എക്സംപ്ലർ പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 5 ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പാകത്തിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞു. ഇനി വേറൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല അവിടെ. ഏതിൽ? ഐഡൻറ്റിഫിക്കേഷനിലും ക്ലാസിഫിക്കേഷനും. ഇപ്പോൾ 6 എണ്ണം പഠിക്കാനുള്ളതിൽ 2 എണ്ണം കഴിഞ്ഞു. ഇനി ഏതാ ഉള്ളത്? അടുത്തതാ നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചറിൽ 2 എണ്ണം ഉണ്ട്, കോമൺ നെയിമും IUPAC നോമൻക്ലേച്ചറും. ഞാൻ പറഞ്ഞു യൂണിവേഴ്സലൈസേഷന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റൂളിൻ്റെ ബേസിസിൽ വളരെ കൃത്യമായിട്ട് നെയിമിംഗ് ആണ് ഏതെന്ന് പറയുന്നത് IUPAC. അതുകൊണ്ട് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സാധനം ഏതായിരിക്കും? IUPAC നോമൻക്ലേച്ചർ ആയിരിക്കും. കോമൺ നെയിം സാധാരണ എക്സാമിന് ചോദിക്കാറില്ല, കാരണം അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല കേട്ടോ. നമുക്ക് ചില കോമ്പൗണ്ടുകൾ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺ നെയിം തന്നെ വേണ്ടി വരും. ഇനി ഈ ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻ എന്ന ചാപ്റ്റർ ആണല്ലോ നമ്മൾ നോക്കുന്നത്. ആ 2 ഡിഫറെൻറ്റ് ടൈപ്പ് കോമ്പൗണ്ടുകളെ പറ്റി മാത്രമല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലെ കോമൺ നെയിം എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കോമൺ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഇതാണ്: ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടോ അവിടെ സ്പേസ് ഉണ്ട്, അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ സ്പേസ് ഉണ്ട്. അത് അങ്ങനെയാണ് കോമൺ നെയിം കൊടുക്കുക. ഇനി IUPAC നോമൻക്ലേച്ചറിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഹാലോ ആൽക്കൈൻ. അവിടെ നോക്കൂ, ഇവിടെ സ്പേസ് ഇല്ല. ഹാലോ ആൽക്കൈൻ, ഹാലജനെ ഫസ്റ്റ് എഴുതണം, അതിൻ്റെ പേര് ആദ്യം എഴുതണം, എന്നിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടോ അതിൻ്റെ ബേസിൽ ആൽക്കൈനും കൊടുക്കണം. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തില്ല, സ്പേസ് ഇല്ല എന്നുള്ള. ശരിക്കും ശ്രദ്ധിക്കണേ, ആൽക്കൈൽ ഹാലൈഡ്, ഹാലോ ആൽക്കൈൻ ഉൾട്ടയാണ്, തിരിച്ചാണ് വരുന്നത്. പക്ഷേ ഈ സ്പേസ് ഇല്ലാത്തത് നിങ്ങൾ ശരിക്കും പരിഗണിച്ച് വെക്കണം. ഇനി അരീൻ്റെ കേസ് ആണെങ്കിൽ ഹാലോ അരീൻ. ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് IUPACക്കാണ്. ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതവിടെ ശ്രദ്ധിച്ചോ, ഞാൻ എക്സാമ്പിൾ എടുത്ത് ക്ലിയർ ചെയ്യാം. CH3Cl എന്ന് പറയുന്ന സാധനമുണ്ട്. CH3Cl എന്ന് പറഞ്ഞാൽ ഒരു കാർബണാറ്റുള്ള ഹാലോ കോമ്പൗണ്ട്. സിമ്പിൾ അല്ലേ? ഇതിനെ നമ്മൾ കോമൺ നെയിം വഴി കൊടുക്കാൻ നിൽക്കുക. കോമൺ എന്ന് പറയുമ്പോൾ ആൽക്ക്, ഒരു കാർബണാറ്റം. അപ്പോൾ മെത്ത്, ഇതിലൊരു കാർബണാറ്റം ഉള്ളത് കൊണ്ട് മെത്ത് അല്ലേ. 2 എണ്ണം വരികയാണെങ്കിൽ എത്ത്, 3 എണ്ണം വരികയാണെങ്കിൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, ഹെക്സ്, എപ്റ്റ്, ഒക്ട്, നൊണ എന്ന് പറഞ്ഞാൽ ആ ഫോർമാറ്റിലല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് മെത്ത്, YL, മീത്തായിൽ, ഇത് ഹാലൈഡ്, ഇത് ക്ലോറിൻ അല്ലേ, അപ്പോൾ ക്ലോറൈഡ്. അങ്ങനെ വരുമ്പോൾ നോക്ക്, ഇതിൻ്റെ കോമൺ നെയിം വരുന്നത് മീത്തായിൽ ക്ലോറൈഡ്. IUPAC ആണെങ്കിലോ ഹാലോ ആൽക്കൈൻ അല്ലേ. ഹാലോ എന്ന് പറയുമ്പോൾ ക്ലോറോ മീത്തൈൻ. ഏത് വരും? ക്ലോറോ മീത്തൈൻ. അപ്പോൾ നോക്ക്, ഇവിടെ സ്പേസ് ഇല്ല. ഇതിൻ്റെ കേസിൽ നോക്ക് നിങ്ങൾ, ഇതിൻ്റെ കേസിൽ എന്ത് വരും? ഫിനൈൽ. ഈ പാർട്ടിന് നമ്മൾ ഫിനൈൽ ഗ്രൂപ്പ് എന്നല്ലേ വിളിക്കുക. C6H5 പാർട്ടിന് ഫിനൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഫിനൈൽ ക്ലോറൈഡ്, പക്ഷെ അവിടെ സ്പേസ് വേണം. എന്നാൽ അതിൻ്റെ IUPAC ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ക്ലോറോ ബെൻസീൻ, ക്ലോറോ ബെൻസീൻ, അവിടെ എന്തില്ല? സ്പേസ് ഇല്ല. കിട്ടിയോ? മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എടുത്തു. ഈ കോമ്പൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ഹാലജനാ, നോക്കേ, ഈ ഹാലജൻ അറ്റാച്ചിരിക്കുന്ന കാർബണാറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരത്തക്ക രൂപത്തിലായിരിക്കണം പാരന്റ് ചെയിനിന് നമ്പർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ചെയ്യാം, അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ചെയ്താൽ 1 2 3 4 എന്നുള്ള ഫോർമാറ്റിലാണ് പോവുക. ആ സമയത്ത് ഈ ഹാലജൻ അറ്റാച്ചിരിക്കുന്ന കാർബണാറ്റത്തിന് സെക്കൻഡാണ് വരുന്നത്. ഇനി ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് നമ്പർ ചെയ്യാന്ന് നിൽക്കുക, 1 2 3 4 ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്തു. അങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ ഹാലജൻ അറ്റാച്ചിരിക്കുന്ന കാർബണാറ്റത്തിന് 3 ആണ് വരുന്നത്. ഏതാ ലോവസ്റ്റ് നമ്പർ? സെക്കൻഡ് 1. അപ്പൊ ഏതാ നമ്മൾ സെലക്ട് ചെയ്യുക? ഈ റൂട്ടല്ലേ സെലക്ട് ചെയ്യുക. ക്ലിയർ? ഇനി നമ്മൾ ഹാലോ ആൽക്കൈൻ എന്നല്ലേ പറഞ്ഞത്. ഹാലോ, ഈ ഹാലജൻ ക്ലോറോ അല്ലേ, അത് എത്രാമത്തെ കാർബണാറ്റത്തിലാണ്? സെക്കൻഡ് കാർബണാറ്റത്തിൽ. അപ്പൊ എത്രാമത്തെ കാർബണാറ്റത്തിലാണ് ഹാലജൻ ഉള്ളത് എന്ന് സ്പെസിഫൈ ചെയ്തും കൊണ്ടാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്ക്, സെക്കൻഡ് കാർബണാറ്റത്തിൽ 2 ക്ലോറോ, സെക്കൻഡ് കാർബണാറ്റത്തിൽ ക്ലോറോ ഉണ്ട്.
ക്ലോറോ എത്ര കാർബൺ ആറ്റം വരുന്നുണ്ട്? 1 2 3 4 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, ബ്യൂട്ടൈൻ. അപ്പൊ നോക്ക് 2 ക്ലോറോ ബ്യൂട്ടൈൻ. പെർഫെക്റ്റ്. 2 ക്ലോറോ ബ്യൂട്ടൈൻ എന്നുള്ളതാണ് അതിന്റെ പേര് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ മറ്റൊരു കോമ്പൗണ്ട് കൊടുക്കേ. ഈ കോമ്പൗണ്ട് കൊടുക്കുമ്പോൾ നോക്ക്, ഇതിൽ 2 ഹാലജൻ പ്രസന്റാ. ഒന്ന് ക്ലോറിനും പ്രസന്റ് ആണ്, ബ്രോമിനും പ്രസന്റാ. പിന്നെ ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഇവിടെ 1 2 3 4 5 ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആവില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ചെയ്താലും ഇങ്ങോട്ട് നമ്പർ ചെയ്താലും സെയിം ആ. കാരണം 3rd കാർബൺ ആറ്റത്തിൽ എക്സാക്ട് സെൻട്രലാണ് ക്ലോറിനും ബ്രോമിനും വരുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ വരും. എന്താ കൺഫ്യൂഷൻ എന്നറിയോ? ഇവിടെ ക്ലോറിൻ ഉണ്ട്, അതേപോലെ ഇവിടെ ബ്രോമിൻ ഉണ്ട്. അപ്പൊ ആരെയാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്? ക്ലോറോ സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്രോമോ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യണം. ഏതാ ഫോളോ ചെയ്യേണ്ടത്? ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ 3rd കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ ഉണ്ട്, 3rd കാർബൺ ആറ്റത്തിൽ ക്ലോറിൻ ഉണ്ട്. ആരുടെ? 5 കാർബൺ ആറ്റുള്ള പെൻറ്റൈനിൽ. അപ്പൊ എന്താ പേര് വരിക നോക്ക്? 3 ബ്രോമോ 3 ക്ലോറോ. ആദ്യം ആരെ എഴുതണം? ബ്രോമോ. കാരണം എന്താ? ആൽഫബറ്റിക്കലി ഫസ്റ്റ് ആണ് വരുന്നത്. എത്ര കാർബൺ ആറ്റം വരുന്നത്? പെൻറ്റൈൻ. 5 കാർബൺ ആറ്റല്ലേ വരുന്നത്. അപ്പൊ പെൻറ്റൈൻ്റെ മുകളിൽ 3ാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രോമിനുണ്ട്, അതേ 3ാമത്തെ കാർബൺ ആറ്റത്തിൽ ആരുണ്ട്? ക്ലോറിനുണ്ട്. പക്ഷെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒന്നും സ്പേസ് ഉണ്ടാകാൻ പാടില്ല. 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, നമ്പറും വേർഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഏത് യൂസ് ചെയ്യണം? ഹൈഫൺ യൂസ് ചെയ്യണം. നമ്പറും വേർഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഹൈഫൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്ര ആവശ്യമുള്ളൂ. അല്ലാതെ ഇതിൽ ഭയങ്കര സംഭവമായിട്ട് പോകുമൊന്നും വേണ്ട. ചില കേസിൽ വലിയ ചെയിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫോമാറ്റിൽ. അതിൻ്റെ ആവശ്യമില്ല. കാരണം വി ആർ ഡീലിംഗ് വിത്ത് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. നമ്മൾ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയാണ് ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കോമ്പൗണ്ടിനെ പറ്റി മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇല്ലാത്ത കോമ്പൗണ്ടുകളെ പറ്റി നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള കോമ്പൗണ്ടുകളെ പറ്റി മാത്രമേ ക്വസ്റ്റ്യൻ വരൂ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കോമ്പൗണ്ട് നെയിം ചെയ്യേണ്ട കോമ്പൗണ്ടുകളൊക്കെ സിമ്പിളായി മാറുന്നത്. ക്ലിയർ? കാരണം ഉള്ള കോമ്പൗണ്ടിന്റെ പേര് പഠിച്ചാൽ മതി. ഇല്ലാത്ത കോമ്പൗണ്ടിന്റെ പേര് പഠിക്കാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആ കോമ്പൗണ്ടുകൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തത് ഒരു എക്സാമ്പിളും കൂടി നോക്കണേ. അതിന്റെ മുന്നേ ഒരു കാര്യം കൂടി നോക്കേ. CH3F, CH3Cl, CH3Br, CH3I. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. നിങ്ങൾക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. പീരിയോഡിക് ടേബിളിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടും. ക്ലിയർ? CH3ക്ക് എല്ലായ്പ്പോഴും സെയിം സൈസ് ഉണ്ടാവുക. ഫ്ലൂറിന് അയഡിലേക്ക് വരുമ്പോൾ അതിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. ആ സൈസ് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, ഇതിൽ ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുക ഏതിൻ്റെതായിരിക്കും? അഥവാ ബോണ്ട് സ്ട്രെങ്ത് കുറവുള്ളത് ഏതായിരിക്കും? ബോണ്ട് സ്ട്രെങ്ത് കുറവ് ഏതിനായിരിക്കും? ബോണ്ട് ലെങ്ത് കൂടുതലുള്ളത്. ഇതിന് ബോണ്ട് ലെങ്ത് കൂടാൻ കാരണം എന്താ? അയഡിന്റെ സൈസ് കൂടുതലാണ്. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേ, ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് ഉള്ളത്? താഴേക്ക് വരുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടും. കാരണം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അയഡിന്റെ സൈസ് കൂടുതലാണ്, അപ്പോൾ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. 1ാമത്തെ പോയിന്റ് ക്ലിയർ ആയേ? ഇനി ബോണ്ട് സ്ട്രെങ്ത്. ലെങ്ത് കൂടുമ്പോൾ സ്ട്രെങ്ത് കുറയും. കാരണം അട്രാക്ഷൻ കുറയല്ലേ ചെയ്യാം. ലെങ്ത് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയല്ലേ, അപ്പൊ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈസിലി ബ്രേക്കബിൾ ഏതാണ്? CH3I. ഹൈലി റിയാക്റ്റീവ് ഏതാണ്? CH3I. പക്ഷെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ അവിടെ, ശരിക്കും ശ്രദ്ധിക്കണേ. ഇതൊന്നല്ല എക്സാമിന് ചോദിക്കുക. എക്സാമിന് ചോദിക്കുക ഡൈപോൾ മൊമെന്റാ. ഡൈപോൾ മൊമെന്റാ. നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ ഡൈപോൾ മൊമെന്റ് കൂടും. ചാർജ് പൊട്ടൻഷ്യൽ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് ആണ് ഡൈപോൾ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിബൈ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡൈപോൾ മൊമെന്റ് എന്നുള്ള സ്ഥലത്ത് പറയുന്നുണ്ട്. ഡൈപോൾ മൊമെന്റ് മ്യൂ ഈസ് ഈക്വൽ ടു, ഓർമ്മയില്ലേ? ഡൈപോൾ മൊമെന്റ് മ്യൂ ഈസ് ഈക്വൽ ടു ചാർജ് പൊട്ടൻഷ്യൽ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച്, ആ ബോണ്ട് ഡിസ്റ്റൻസ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ CH3Iക്കാണ് ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റ് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. പക്ഷെ ചാർജ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ ആയതുകൊണ്ട് നോക്ക് 1.86. ദാറ്റ് മീൻസ് CH3Cl ഡൈപോൾ മൊമെന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ എൻട്രൻസിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. CH3F, CH3Cl, CH3Br, CH3I. ഇതിന്റെ കേസിൽ
ഡൈപോൾ മൊമെന്റ് ഏറ്റവും കൂടുതലുള്ളത് CH3Cl ആണ് ദാൻ ദാറ്റ് ഓഫ് CH3F. ഗോട്ട് ഇറ്റ്? പോയിന്റ് മനസ്സിലായില്ലേ? ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബോണ്ട് ലെങ്ത് ഏതിനാണ് കൂടുതലുള്ളത്, ഏതാണ് ഏറ്റവും പെട്ടെന്ന് പൊട്ടുക, ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് കറക്റ്റ് ഓർഡറില്ല. താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടും, അപ്പോൾ ലെങ്ത് കൂടും, അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയും. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. പക്ഷെ ഇത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. CH3Cl ഡൈപോൾ മൊമെന്റ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് എക്സാമിന് ചോദിക്കുമ്പോൾ വളരെ കൂളായിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഈ എൻട്രൻസ് എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ബോർഡ് മോഡൽ എക്സാം പോലെയല്ല. ക്വസ്റ്റ്യനും അവിടെ ഉണ്ട്, ആൻസറും ഉണ്ട്, തെരഞ്ഞാൽ മതി. ശരിക്കും ശ്രദ്ധിക്കണേ. പലപ്പോഴും എല്ലാവരും പറയാ എൻട്രൻസ് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. ഞാൻ പറയുന്നത് എൻട്രൻസ് എക്സാം വളരെ സിമ്പിൾ ആണെന്നുള്ള. കാരണം അവിടെ ക്വസ്റ്റ്യനും ഉണ്ട്, ആൻസറും ഉണ്ട്, അതിന് തെരഞ്ഞെടുത്താൽ മതി. ഇപ്പൊ നോക്ക്, ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് ഈ തരികയാണെന്നുണ്ടെങ്കിൽ ഈ ആളുകളെ മുഴുവൻ അവിടെ ഉണ്ട്. അതിൽ ഏതിനാണെന്ന് നമ്മൾ തെരഞ്ഞെടുത്താൽ പോരെ. ഈസി, ക്ലിയർ? ദെൻ അടുത്തത് ഇപ്പൊ ഏതൊക്കെ കഴിഞ്ഞു? ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, നോമൻക്ലേച്ചർ കഴിഞ്ഞു. അടുത്തത് ഏതിലേക്ക് പോകണം? പ്രിപ്പറേഷൻ. ഈ കോമ്പൗണ്ടിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് നമുക്ക് സംസാരിച്ച് വെക്കാം. നോക്കേ, പ്രിപ്പറേഷനിൽ ഫസ്റ്റ് വൺ ഫ്രം ആൽക്കഹോൾ ആണ്. ഞാനൊരു ആൽക്കഹോൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്, എത്തനോൾ, CH3CH2OH. ഈ OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതിനല്ലേ നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഹാലജൻ വരുമ്പോഴാണ് ഇത് ഹാലോ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത്. ക്ലിയർ? ഈ OHനെ മാറ്റിയിട്ട് അവിടെ ആരെ കൊണ്ടുവരണം? ഹാലജനെ കൊണ്ടുവരണം. അതിനെയാണ് നമ്മൾ ഹാലോ കോമ്പൗണ്ട് ആയിട്ട് മാറുക എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനെ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. OHനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഹാലജൻ വരണം, ഹാലോജുനേഷൻ നടക്കണം. അപ്പൊ ഹാലോജുനേറ്റിംഗ് ഏജന്റുകൾ യൂസ് ചെയ്യണം. ഹാലോജുനേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറഞ്ഞാൽ കുറെ എണ്ണുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്ക്, HCl ഇൻ പ്രസൻസ് ഓഫ് ZnCl2 യൂസ് ചെയ്യാം, PCl3 യൂസ് ചെയ്യാം, PCl5 യൂസ് ചെയ്യാം, SOCl2 യൂസ് ചെയ്യാം, ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് യൂസ് ചെയ്യാം. ദീസ് ആർ ഓൾ ഹാലജനേറ്റിംഗ് ഏജന്റ്. OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഹാലജനെ കൊണ്ടുവരാൻ പറ്റിയ റിയേജന്റുകൾ അതൊക്കെ. ഏതൊക്കെ? HCl in presence of ZnCl2. Here ZnCl2 is used as a dehydrating agent. PCl3, PCl5, SOCl2. SOCl2 എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. SOCl2 ഉണ്ട്, SO2Cl2 ഉണ്ട്. SOCl2 എന്ന് പറഞ്ഞാൽ തയണൈൽ ക്ലോറൈഡ്, SO2Cl2 എന്ന് പറഞ്ഞാൽ സൾഫ്യൂറൈൽ ക്ലോറൈഡ്, അത് വേറെ, അതിന്റെ ഉപയോഗം വേറെ ഉണ്ട്. അത് SO2Cl2 ആണ്. ഇവിടെ നമ്മൾ കൊടുത്തത് SOCl2 ആണ്. ക്ലിയർ? ക്ലോറിൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഇനി ഈ ഹാലജനേറ്റിംഗ് ഏജന്റുകളൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ OHനെ റീപ്ലേസ് ചെയ്തിട്ട് ഹാലജനെ കൊണ്ടുവരുന്നുള്ളതാണ്. ഇവരാര് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ഡയറക്ട്ലി കൺവേർട്ടഡ് ടു CH3CH2Cl. OHനെ മാറിയിട്ട് ആര് വരും? Cl വരും. പക്ഷേ ഇവിടെ ഉള്ള സൈഡ് പ്രോഡക്റ്റ് ആയിരിക്കില്ല ഇതിലുള്ള സൈഡ് പ്രോഡക്റ്റ് അല്ല ഇതിലുള്ള സൈഡ് പ്രോഡക്റ്റ് അല്ല ഇതില്. നോക്കാം, ഇവിടെ H2 ആണ്. ഈ വാട്ടർ ഇവിടുന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്താലാണ് ഈ കോമ്പൗണ്ട് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ZnCl2 യൂസ് ചെയ്ത്, വാട്ടറിനെ റിമൂവ് ചെയ്യാനുള്ള ഏജന്റ് ആയിട്ട് ഏത് യൂസ് ചെയ്ത്? ZnCl2 യൂസ് ചെയ്ത്. ഇനി നമ്മൾ യൂസ് ചെയ്തത് PCl3 ആണെങ്കിൽ അതിന്റെ സൈഡ് പ്രോഡക്റ്റ് H3PO3 ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്ത PCl5 ആണെങ്കിൽ അതിന്റെ സൈഡ് പ്രോഡക്റ്റ് POCl3 പ്ലസ് HCl ആയിരിക്കും. ഇനി SOCl2 ആണ് യൂസ് ചെയ്തതെങ്കിൽ SO2HCl ആയിരിക്കും. ഇതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ SO2 ഗ്യാസ് ആണ്, HCl ഗ്യാസ് ആണ്. ഡ്യൂ ടു ഗേഷ്യസ് സൈഡ് പ്രോഡക്റ്റ് SOCl2 ഈസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് ഹാലജനേറ്റിംഗ് ഏജന്റ്. ശരിക്കും ശ്രദ്ധിച്ചോളണേ, SOCl2 ആണ് എമംഗ് ദീസ് ഓൾ we can consider it as best halogenating agent because it gives gaseous side product. കാരണം അവർ gaseous side product ആണ് നമുക്ക് തരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് യൂസ് ചെയ്താലും ഏത് വരും? OH ഗ്രൂപ്പിനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യും.